തിരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടങ്ങൾ പിന്നിടുമ്പോഴും മോദിക്കും കൂട്ടർക്കും അസല് പണി കിട്ടുന്നുണ്ട്. കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചതിനു പിന്നാലെ ന്യൂസ് ക്ലിക്ക് കേസിൽ പ്രബീർ പുർക്കായസ്ഥയുടെ അറസ്റ്റ് തന്നെ നിയമവിരുദ്ധമാണെന്ന സുപ്രീം കോടതി ഉത്തരവ് മോദിക്കുള്ള അടുത്ത തിരിച്ചടിയായി. അദ്ദേഹത്തിന് ജാമ്യം നൽകി വിട്ടയക്കാൻ പരമോന്നത നീതിപീഠം നിർദ്ദേശിച്ചത് കേന്ദ്ര സർക്കാരിന് വൻ ആഘാതമായിരിക്കുകയാണ്. 6 മാസത്തിലേറെയായി ജയിലിൽ കഴിയുന്ന പ്രബീറിനെ വിട്ടയക്കാനാണ് കോടതിയുടെ നിർദ്ദേശം. ന്യൂസ് ക്ലിക്കിനെതിരായ കേസുകളെല്ലാം കെട്ടിച്ചമച്ചതാണെന്ന് അന്നേ വിമർശനം ഉയർന്നതാണ്. അത് ശരിവെക്കുന്നതാണ് ഇന്നത്തെ സുപ്രീം കോടതി ഇടപെടൽ. രാജ്യത്തെ പ്രമുഖ ഇടതുപക്ഷ ചിന്തകനും ശാസ്ത്ര പ്രചാരകനുമായ പ്രബീർ ഓൺലൈൻ മാധ്യമമായ ന്യൂസ് ക്ലിക്കിന്റെ സ്ഥാപകനും ചീഫ് എഡിറ്ററുമാണ്. UAPAയ്ക്കൊപ്പം ക്രിമിനൽ ഗൂഢാലോചന, സമൂഹത്തിൽ സ്പർദ്ധ വളർത്തൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് പ്രബീർ പുർക്കായസ്ഥയെ 2023 ഒക്ടോബർ 3 ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തത്. മുഖ്യധാര ഹിന്ദി ഇംഗ്ലീഷ് മാധ്യമങ്ങളെല്ലാം മോദിക്ക് കീഴടങ്ങിയപ്പോഴും BJP സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ സാധാരണ ജനങ്ങൾക്കിടയിൽ എത്തിച്ചത് ന്യൂസ് ക്ലിക്കാണ്. ഇതാണ് ന്യൂസ് ക്ലിക്കിനും പുർക്കായസ്ഥയ്ക്കുമെതിരായ കള്ളക്കേസെടുത്ത് ജയിലിലടയ്ക്കാൻ കാരണമായത്. ഏകാധിപതികൾ അധികനാൾ വാണ ചരിത്രമില്ല. ഏത് കള്ളക്കഥകൾക്ക് മുകളിലും ഇന്നല്ലെങ്കിൽ നാളെ സത്യം ഉദിച്ചുയരുക തന്നെ ചെയ്യും.